മൂങ്ങയും പുൽച്ചാടിയും. ഒരു വലിയ ഓക്ക് മരത്തിലായിരുന്നു വൃദ്ധയായ മൂങ്ങ താമസിച്ചിരുന്നത്. പകൽ സമയങ്ങളിലാണല്ലോ മൂങ്ങകൾ ഉറങ്ങാറ്. പതിവ് പോലെ ഒരു പകൽ സുഖമായി ഒന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൾ. അപ്പോഴാണ് അടുത്ത മരത്തിൽ നിന്നും ഒരു പുൽച്ചാടിയുടെ ഉറക്കെയുള്ള പാട്ട് കേട്ടത്. വളരെ ഉച്ചത്തിലുള്ള ആ പാട്ട് മയക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്ന മൂങ്ങയെ ഉറക്കത്തിൽ നിന്നും ഞെട്ടി എഴുന്നേൽപ്പിച്ചു. നിന്റെ പാട്ട് നിർത്തി ഇവിടെ നിന്ന് പോയി തരാമോ? എന്നെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കാതെ ഒരു മര്യാദയുമില്ലാതെ ബഹളം വെക്കുന്നോ? മൂങ്ങ ദേഷ്യപ്പെട്ടു. അതുകൊള്ളാം, നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോളൂ. മറ്റാരെയും പോലെ എവിടെയിരുന്നും പാട്ട് പാടുവാൻ എനിക്കും അവകാശമുണ്ട്. പുൽച്ചാടി തിരിച്ചടിച്ചു. മാത്രമല്ല, കൂടുതൽ ഉച്ചത്തിൽ പാടാനും തുടങ്ങി. പാവം മൂങ്ങ, അവൾക്ക് നല്ല ദേഷ്യം വന്നു. പുൽച്ചാടിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് അവൾ കരുതി. എന്തു ചെയ്യാം, വയസ്സായതുകൊണ്ടും പകൽ നേരമായതുകൊണ്ട് കണ്ണ് ശരിക്ക് കാണാത്തതുകൊണ്ടും പുൽച്ചാടിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ലല്ലോ അവൾ. മര്യാദയില്ലാത്ത പുൽച്ചാടിയെ പാഠം പഠിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും സൂത്രം പ്രയോഗിക്കേണ്ടി വരുമെന്ന് മൂങ്ങ മനസ്സിലാക്കി. അവൾ പറഞ്ഞു, ഉറക്കത്തിൽ നിന്നും പെട്ടെന്നെണീറ്റതുകൊണ്ട് ഞാൻ ആദ്യം താങ്കളുടെ പാട്ട് ശ്രദ്ധിച്ചിരുന്നില്ല കേട്ടോ. എന്നോട് ക്ഷമിക്കണം. എത്ര മധുരമായാണ് താങ്കൾ പാടുന്നത്. ഇനി ഈ പാട്ട് കേട്ട് എനിക്ക് ഉറങ്ങാം. മൂങ്ങയുടെ മുഖസ്തുതി പുൽച്ചാടിക്ക് നന്നേ ഇഷ്ടപ്പെട്ടു. അവൻ തന്റെ പാട്ട് തുടർന്നു. എന്റെ കയ്യിൽ ഒളിമ്പസിൽ നിന്ന് കിട്ടിയ അപ്പോളോ ദേവൻ ദേവങ്ങൾക്ക് മുൻപിൽ പാടുമ്പോൾ കുടിക്കുന്ന നല്ല വൈനുണ്ട്. താങ്കൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് ഞാൻ തരാം. പിന്നെ താങ്കൾക്ക് കൂടുതൽ മധുരമായി പാടാൻ പറ്റും, മൂങ്ങ പറഞ്ഞു. മൂങ്ങയുടെ വാക്കുകൾ കേട്ട പുൽച്ചാടി വേഗം തന്നെ കൊതിയോട് മൂങ്ങയുടെ അടുത്തേക്ക് ചെന്നു. പുൽച്ചാടി തന്റെ അടുത്തെത്തിയതും മൂങ്ങ ഒറ്റച്ചാട്ടത്തിന് അവനെ പിടിച്ച് തിന്നു. വിഡ്ഢിയും അഹങ്കാരിയുമായ പുൽച്ചാടിയുടെ ശല്യം തീർന്നതോടെ മൂങ്ങ സുഖമായി ഉറങ്ങാൻ തുടങ്ങി. ഹലോ കൂട്ടുകാരെ, ഈ കഥയുടെ ഗുണപാഠം എന്താണെന്ന് മനസ്സിലായോ? കാര്യം കാണാൻ പലരും മുഖസ്തുതി ഒരു ആയുധമായി ഉപയോഗിക്കും. മുഖസ്തുതിയിൽ മയങ്ങിയാൽ അപകടത്തിൽ ചെന്നുചാടും.